ഇന്ത്യൻ നാഷണൽ ലീഗ് ഇന്ന് അതിൻ്റെ ഉയർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഏതൊരാളുടെയും കാൽച്ചുവട്ടിലല്ല ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സ്ഥാനം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രവർത്തകർ ഒന്നടങ്കം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് നടക്കുകയാണ്. ഇതൊരു ബഹുസ്വര സമൂഹമാണ്, ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ആര് പ്രവർത്തിക്കണം ആര് പ്രവർത്തിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്വമനസാക്ഷിക്ക് വിടുന്നതല്ലേ ഉചിതം. അതല്ലാതെ നിങ്ങൾ പോകുന്നിടത്തേക്ക് പോകാനും നിങ്ങൾ വരുമ്പോ വരാനും നിങ്ങളുടെ വീട്ടിൽ നിന്ന് റേഷൻ അളക്കുന്നവരല്ല തിരൂരങ്ങാടിയിലെ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രവർത്തകരെന്ന് വളരെ ആധികാരികമായി വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഞങ്ങളെ സവിനയം ഉണർത്താൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. കഴിഞ്ഞ മാസം തന്നെ ചമ്മാടി കേന്ദ്രീകരിച്ച് ഏറെക്കുറെ 1000-ഓളം ആളുകളുടെ ഒപ്പുശേഖരണവുമായി ഒരു വലിയ ജനകീയ പെറ്റീഷൻ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെയും CPI ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും കൂട്ടത്തിൽ ഞങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തിന് സബ്മിറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണത്. 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഓരോരോ ദുഷ്ടചിന്താഗതിക്കാരുണ്ടാക്കി തീർത്ത പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പൊന്തി വരിക. 2002 ഗുജറാത്തിലെ കലാപത്തിൽ ആസൂത്രിതമായ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി നടന്ന ഭീകരമായ മുസ്ലിം വേട്ട, ആ വേട്ടയുടെ സത്യാവസ്ഥകൾ ഇപ്പോൾ കോൺഗ്രസുകാരൻ മതേതരനായതുകൊണ്ട് അവിടുന്ന് വിളിച്ചു പറയല്ല, മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും പാർട്ടി വിളിച്ചു പറയല്ല. ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ പോലീസിലുണ്ടായിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ മനസ്സാക്ഷിയിൽ നിന്നും അവരുടെ മനസ്സാക്ഷിയെ ദൈവം തോന്നിച്ചിട്ട് അവരിങ്ങനെ വിളിച്ചു പറയാ. അങ്ങനെ സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുക. അക്രമിയായ ഭരണാധികാരിയോട് സത്യം വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പഠിപ്പിച്ച പ്രവാചക പ്രഭുവിന്റെ വരികൾ ഉൾക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. അദ്ദേഹം തെരുവിലിറങ്ങി പിന്നോക്ക പീഡിത ജനവിഭാഗങ്ങളെ രക്ഷിക്കേണ്ടവർ സംഹാര താണ്ഡവം നടത്തിയപ്പോ ആത്മാഭിമാനം ചതഞ്ഞറിഞ്ഞ സഹോദരങ്ങളുടെ ഹൃദയവേദന ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായി. അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് നാഷണൽ ലീഗ് ആദർശ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയപ്പോ പേട്ട് തേങ്ങയെന്ന് വിളിച്ചാക്ഷേപിച്ചു. കാലമേറെ കടന്നുപോയപ്പോ നമ്മൾ കണ്ടതെന്താണ്? സേട്ടു സാഹിബിനെ പേട്ട് തേങ്ങയെന്ന് വിളിച്ചവർ കെട്ട തേങ്ങയേക്കാൾ ചീഞ്ഞു നാറുന്ന കഥകളാണ് ലീഗ് രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിന്റെ സത്യസന്ധമായ ശക്തമായ വ്യക്തമായ അഭിപ്രായത്തോടും അതുപോലത്തെ അദ്ദേഹത്തിന്റെ ധീരമായ ആദർശങ്ങളോടും ആകർഷകരായിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അല്ലാതെ INL ഇവിടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും ഉണ്ടായിട്ടല്ല എന്ന് ഞാൻ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗുകാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയിൽ ആകൃഷ്ടരായ ഒരുപാട് 10,000 ഈ രാജ്യത്ത് ഇനിയുമുണ്ട്. പക്ഷെ അവരെ സംഘടിപ്പിച്ച് രംഗത്ത് കൊണ്ടുവരുവാനും അവരെ നയിക്കുവാനും പറ്റിയ നേതാക്കളും നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സിറിയക് ജോസഫിന്റെ പ്രീതി നേടാൻ സുദർശൻ റെഡ്ഡിയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷെ സിറിയക് ജോസഫ് ഇടപെട്ടോ എന്നറിയില്ല. ഏതായാലും സുദർശൻ റെഡ്ഡി ഇത് അനുവദിച്ചില്ല അങ്ങനെയാണ് രാജിവെക്കേണ്ടി വന്നത്. അപ്പൊ ആ കഥ വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആള് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി ഒരു മുസ്ലിമിന് കിട്ടണ്ട. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്? വേറൊരു പാർട്ടിക്കും ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗിന് എല്ലാ അന്തസ്സും ഉണ്ടായി എന്നാ പറയുന്നത്. പക്ഷെ ഈ ഒരൊറ്റ പ്രശ്നത്തുമ്പോ കെട്ടിമുട്ടി കിടക്കുകയാണത്. എന്തുകൊണ്ട് ആരും മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താ കാര്യം? ഇതിന്റെ ഒക്കെ വിഹിതം എല്ലാവരും പറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടാൻ വയ്യ. ടുണീഷ്യയിൽ 10-32 കൊല്ലം സൈനുൽ ആബിദീൻ അദ്ദേഹത്തിന്റെ ഭരണം, ആ ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടി. അവസാനം ജനങ്ങൾ രംഗത്ത് വന്നു. എങ്ങനെയാ ജനങ്ങൾ രംഗത്ത് വന്നത്? ജനങ്ങൾ രംഗത്ത് വന്ന എങ്ങനെയാണ്? ഇന്നത്തെ IT-യുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു, ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. അവരെഴുതി അവരുടെ വിഷയങ്ങൾ. ഈ INL സംബന്ധിച്ചിടത്തോളം
ഇത് പിരിച്ചുവിടപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് പറയുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ആരാണിത് പിരിച്ചുവിട്ടത്, എന്തിനാണിത് പിരിച്ചുവിട്ടത്, എന്ത് കാരണം എന്ന് ഏതായാലും പിരിച്ചുവിടണമെങ്കിൽ, മറ്റൊരു കക്ഷിയിൽ ചേരണമെങ്കിൽ പിരിച്ചുവിടണമല്ലോ. അപ്പോൾ പിരിച്ചുവിട്ടത് എങ്ങനെയാണെന്ന് ഇതുവരെ നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ ഈ പിരിച്ചുവിട്ട ആളുകൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? അവരാണോ ഇത് നിയന്ത്രിക്കുന്നത്? ഈ പാർട്ടിയുടെ നിലപാട് എന്താണ്, ഈ പാർട്ടിയുടെ നിലനിൽപ്പ് എന്താണ് എന്ന് മനസ്സിലാകാതെ പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ ഒരു മൂലയിൽ കൂടി മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഈ പാർട്ടിയെ അതിലേക്ക് തന്നെ തിരിച്ചുവിടുക എന്നൊക്കെയാണ് ചെയ്തിരുന്നത്. CPM-ന്റെ നേതാക്കന്മാരെ കാണുമ്പോ എല്ലാവരെക്കാളും മുമ്പിൽ കയറി ചെന്ന് അവരിയ്ക്കാൻ പറയുമ്പോൾ ഇയാളെ കടന്നുകൊടുത്തു. ഇപ്പൊ മുസ്ലിം ലീഗിനകത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തന്നെയല്ലേ. പക്ഷെ CPM-കാരൻ ഇരിക്കാൻ പറയുമ്പോൾ കടന്നുകൊടുത്ത പോലെ മുസ്ലിം ലീഗിന്റെ അകത്ത് ഇരിക്കാൻ പറയുമ്പോൾ കടന്നുകൊടുത്താൽ അനുഭവം മാറിയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് എന്റെ പ്രിയങ്കരനായ മജീദ് സാഹിബിനെ പോലെയുള്ള ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. സലാം സാഹിബിന്റെ നാഷണൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഡോക്ടർ മജീദ് സാഹിബ്. അദ്ദേഹത്തിന്റെ നാഷണൽ ലീഗിന് ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നാൾ ബാംഗ്ലൂർ പോയി. അദ്ദേഹം സേട്ടു സാഹിബിന്റെ അനിയൻ സേട്ടു എന്നാണ് നമ്മോട് പറഞ്ഞത്. സേട്ടു സാഹിബ് ജീവിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ വീടുമായി അടുത്ത് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളാണ്. ഞാൻ എന്നെക്കാൾ ബന്ധം ഒരുപക്ഷെ ജാഫർ തോളിക്കൊന്നുണ്ടാവും. പക്ഷെ ആ വീട്ടിലൊന്നും സേട്ടു സാഹിബ് മരിക്കുന്നവരെ ഇങ്ങനെ ഒരു സേട്ടു ഞങ്ങൾ കണ്ടിട്ടില്ല. അവസാനം ബാംഗ്ലൂരിൽ ഞങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ഹോട്ടലിന്റെ അകത്ത് ഒരു കുശിനിക്കാരനുണ്ട്, മൂപ്പറ പേര് ആ സേട്ടു. ആ സേട്ടു പോലും മൂപ്പര അഖിലേന്ത്യാ പ്രസിഡന്റ്. സേഠ് സാഹിബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം തളരുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ മഹാനായ മെഹബൂബ് മില്ലത്തിന്റെ മയ്യത്ത് കുതുബ് ഷാഹി ഖബർസ്ഥാനിൽ ഖബറടക്കിക്കൊണ്ട് ആ മയ്യത്തിന് വിട പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ഉരുകുന്ന നെഞ്ഞുമായി ഞങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നത് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനായിരുന്നു. ഈ കേരളത്തിന്റെ ഭൂമികയിൽ ഈ പാർട്ടിയെ പടുത്തുയർത്തി അങ്ങനെ പരീക്ഷണങ്ങൾ അതിജീവിച്ച ഈ പ്രസ്ഥാനത്തെ ആർക്കെങ്കിലും വിറ്റ് തുലക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഈ പ്രസ്ഥാനത്തെ ഒതുക്കി കളയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ സാധ്യമല്ല എന്ന് വളരെ ശക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നത് നിലപാട് കണ്ടിട്ടാ. പക്ഷെ ഇടതുപക്ഷം ഈ പാർട്ടി എന്നൊക്കെ അറിയാലോ, 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ഈ പാർട്ടി ഈ തോതിലെത്തിയത് ഇടതുപക്ഷവും നമ്മളോട് വേണ്ട രീതിയിൽ പാർട്ടിയുടെ നിലപാടില്ലേ, പാർട്ടിയുടെ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിൽ നമ്മളിവിടെ ഇടതുപക്ഷവുമായി സഖ്യമില്ലല്ലോ. എന്നിട്ട് ഈ പാർട്ടി എന്ന് പറയുന്നത് വിട്ടുപോയോ? ഇല്ല. അതിനുശേഷം കഴിഞ്ഞ നടന്ന അസംബ്ലി ഇലക്ഷനിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ചുണ്ടാക്കിയ പാർട്ടിയാണ്. അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. മൂപ്പർക്ക് അറിഞ്ഞുകൊണ്ട് നുണ പറഞ്ഞു.